ചാക്കോ. എന്നെ പാനിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഒരു 10 ജാതിത്തൈ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് 3.5 ഏക്കർ സ്ഥലം കൃഷിയുണ്ട്. അതിൽ മാവുണ്ട്, പ്ലാവുണ്ട്, കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുണ്ട്, നെൽകൃഷിയുണ്ട്. പിന്നെ പശുവും കിടാങ്ങളും ഉണ്ട്. ജോസഫ്. കൃഷിയാണ് എൻ്റെ തൊഴിൽ. പിന്നെ കാര്യമായിട്ടുള്ളത് കുരുമുളകാണ്. പിന്നെ കുറച്ച് കാപ്പി, മറ്റേ കുറച്ച് വാഴ, കപ്പ, അങ്ങനെ കൃഷികളൊക്കെ ഉണ്ട്. ഇടവ കൃഷിഭവൻ്റെ കീഴിലാണ് ഉള്ളതാണ്. ഈ വർഷത്തെ പ്ലാന്റിൻ്റെ പേരിങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഒന്ന് പിടിക്കുക. എൻ്റെ പേര് വാസുദേവൻ എന്നാണ്. ഞാൻ ഇടവക കൃഷിഭവൻ്റെ കീഴിലുള്ള കർഷകനാണ്. ഇടവക പഞ്ചായത്ത് 8ാം വാർഡിലാണ് താമസിക്കുന്നത്. എനിക്ക് 1 ഏക്കർ കരസ്ഥലവും 1/2 ഏക്കർ വയലുമാണുള്ളത്. 1 ഏക്കർ കരസ്ഥലത്ത് കുരുമുളക്, കാപ്പി, റബ്ബർ, ജാതി, അങ്ങനെ പല വിധ സാധനങ്ങൾ കൃഷി ചെയ്യുന്നു. വയലിൽ നേന്ത്രവാഴ ആണ് കൃഷി ചെയ്യുന്നത്. നേന്ത്രവാഴയ്ക്ക് പുറമെ പലയിനം റോബസ്റ്റ അടക്കമുള്ള പലയിനം വാഴകൾ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ആ പാട്ടത്തിനെടുത്ത വയലിൽ ഞാൻ പല കൃഷികളും ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ കൃഷി വകുപ്പിൻ്റെ ഫാം പ്ലാനിംഗ് പദ്ധതിയിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോബസ്റ്റ് വാഴയാണ്, ടിഷ്യൂ കൾച്ചർ. തീറ്റപ്പുല്ലുണ്ട്. കപ്പ. എനിക്ക് കൃഷിഭവനിൽ നിന്ന് കുരുമുളക് തൈകൾ, കവുങ്ങൻ തൈ, അതുപോലെ ജാതിയുടെ തൈ, പലയിനം ഒട്ടുമാവിൻ്റെ തൈകളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതൊരു 5-8 വർഷം മുമ്പ് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഒരു ഇനം മാവാണ്. ഞാൻ ഇടവക കൃഷിഭവനിലെ 13ാം വാർഡിലെ ഒരു കർഷകനാണ്. എൻ്റെ പേര് മത്തായി തകരപ്പള്ളി. എനിക്ക് 2.5 ഏക്കർ സ്ഥലം, കരസ്ഥലവും 1/2 ഏക്കർ വയലുമുണ്ട്. ഞാൻ ഈ കരസ്ഥലത്തിൽ കാപ്പി, കുരുമുളക്, ഏലം, കവുങ്ങ്, ഗ്രാമ്പു, ജാതി മുതലായ കൃഷികൾ ചെയ്യുന്നുണ്ട്. എനിക്ക് കൃഷിഭവനിൽ നിന്നുള്ള ഗ്രാമ്പും ജാതി തൈകൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് ഉലകണ്ണൻ എന്നാണ്. എനിക്ക് 1 ഏക്കർ 18 സെൻറ്റ് സ്ഥലം ഉണ്ട്. ഇടവക കൃഷിഭവൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. എനിക്ക് കൃഷിയായിട്ട് കാപ്പി, കുരുമുളക്, കവുങ്ങുണ്ട്, പിന്നെ വാട്ടർ പുട്ട്, ജാതി,
വാഴക്കൃഷി അങ്ങനെ അത്യാവശ്യം എല്ലാം തന്നെയുണ്ട്. പിന്നെ കൂട്ടുകൃഷിയായിട്ട് ചെയ്യുന്നത്. പിന്നെ പറമ്പിൽ തെങ്ങുണ്ട്, അതുപോലെ തന്നെ എല്ലാ കൃഷികളുമുണ്ട്. എൻ്റെ ഇടവക ഗ്രാമപഞ്ചായത്ത് പിന്നെ നമ്മുടെ കൃഷിഭവൻ്റെ കീഴിലുള്ള ഫാം ക്ലബിൽ തന്നെ ഒരു അംഗമായിട്ട് ചേർത്താറുണ്ട്. കാഞ്ഞിനെ കുറച്ചിട്ട് പിന്നെ 2 കൊല്ലം കഴിഞ്ഞ കുറച്ച് കായ് കിട്ടി. ഈ കൊല്ലം മതി. ഈ പരാഗണം ചെയ്യാൻ അത്രയൊരു വലിയ കുറവാണ്. പിള്ളേരെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഈ കൊല്ലം കുറച്ചിട്ടാ പിടിച്ചിട്ടുണ്ട്. ഒരു 10 വണ്ടിയായിട്ട് അതിലേക്ക് പോകുന്നതുകൊണ്ട് മറ്റേ ആയിട്ടില്ല. പള്ളി ആയിരിക്കും ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഞാൻ ഇത് വാട്ടർ കുട്ടൊരു പറയുന്നുണ്ട്. വാട്ടർ കുട്ട് ഞാൻ വെക്കുന്നുണ്ട്. കൊല്ലത്തോട് ആദ്യം പുള്ളിക്കായിട്ടുള്ള പാട്ടം ഇതിപ്പോൾ കഴിഞ്ഞ പോലെ 8,000 കുട്ടിയാണ്. എൻ്റെ പേര് ജയേന്ദ്രൻ വളേരി എന്നാണ്. ഇടവ കൃഷിഭവൻ പരിധിയിൽപ്പെട്ട ആളാണ്. ഒരു കർഷകനാണ് ഞാൻ ഈ വർഷത്തെ പിന്നെ ഇടവ കൃഷിഭവനിലെ പ്ലാന്റിൽ അംഗമായിട്ടുണ്ട്. ഏകദേശം കാപ്പി, കുരുമുളക്, നെല്ല്, വാഴ, അതേപോലെ റബ്ബർ, പിന്നെ ക്ഷീര കർഷകനാണ്. അങ്ങനെ ഉള്ള കൃഷികളെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് എനിക്ക് കാപ്പി, കുരുമുളക്, കവുങ്ങ് ഈ തൈകൾ ലഭിച്ചിട്ടുണ്ട് ഇടവ കൃഷിഭവനിൽ നിന്ന്. എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യൻ. ഞാൻ ഇടവ കൃഷിഭവൻ്റെ പരിധിയിൽ വരുന്ന ആളാണ്. ഈ പ്രാവശ്യം എന്നെ IFS കർഷകനായിട്ടും ഫാം പ്ലാനിലും ഉൾപ്പെടുത്തിയിരുന്നു. എൻ്റെ പ്രധാന കൃഷികൾ പശു വളർത്തൽ, വാഴ, കാപ്പി, നെല്ല്, പച്ചക്കറി കൃഷികൾ മുതലായ എല്ലാം ഉണ്ട്. വേറെ ആർക്കുള്ള എൻ്റെ പേര് ബേബി തകരപ്പള്ളി. ഞാൻ ഇടവ പഞ്ചായത്ത് 11-ാം വാർഡിലെ ഒരു കർഷകനാണ്. എന്നിവിടെ ഈ കൃഷിഭവനിലെ ഫാം പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മീൻ കൃഷി നടത്തുന്നുണ്ട്. വാഴ, കാപ്പി, കുരുമുളക്, കപ്പ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് വർഗീസ് AK ഐക്കരക്കുടി. ഞാൻ ഇടവ കൃഷിഭവനിലെ ഒരു കൃഷിക്കാരനാണ്. എന്നെ ഫാം പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് 4 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ നെല്ല്, കാപ്പി, കുരുമുളക്, കവുങ്ങ്, തെങ്ങ് എന്നിവ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഞാനൊരു ജൈവ കർഷകനും കൂടിയാണ്. കൂടാതെ ഞാൻ പശു വളർത്തുന്നുണ്ട്. പിന്നെ മീൻകുളം ഉണ്ട്.
കീഴിൽ താമസിക്കുന്ന ആളാണ്. എനിക്ക് ഒരു 1.5 ഏക്കർ കരയോ സ്ഥലമുണ്ട്. കാപ്പി, കുരുമുളക് ഒക്കെ കൃഷി ചെയ്യുന്നു. പിന്നെ എയർ ഓഫീസിൽ നിന്ന് ഏൽപ്പിച്ച തൈകളൊക്കെ എനിക്ക് കിട്ടി. വളരെ ഭംഗിയായി പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ